രക്ഷകനായ മിശിഹ കൂടെ ഉണ്ടായിട്ടും അവൻ്റെ കൂടെ ജീവിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടും അവൻ്റെ അടയാളങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാനുള്ള വലിയ സൗഭാഗ്യമുണ്ടായിട്ടും വിശ്വസിക്കാതെ പോയ ഒരു ജനക്കൂട്ടമുണ്ട്. അവരെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗം. എല്ലാ അടയാളങ്ങൾക്കും സാക്ഷിയായവർ, അത്ഭുതങ്ങളുടെ കൂടെ ആയിരുന്നവർ, എന്നിട്ടും പലതും കാണാത്ത രീതിയിൽ കണ്ണുകൾ അടയ്ക്കുവാനും ഗ്രഹിക്കുവാൻ സാധ്യമാകാത്ത വിധം ഹൃദയം അന്ധത കൊണ്ട് മൂടുവാനും അവർ പരിശ്രമിച്ചു. നമ്മളോട് തന്നെ ചോദിക്കുന്ന ക്രിസ്തു ഇന്ന്, നിൻ്റെ ജീവിതം ഒരുപാട് നന്മകളുണ്ടായിട്ടും ഒത്തിരി അത്ഭുതങ്ങളുണ്ടായിട്ടും നൈമിഷികമായി ഉണ്ടാകുന്ന ചില കുറവുകളിൽ നീ എന്തിനാണ് പരിഭവിക്കുന്നത്? നീ കുറ്റം പറയുന്നത്, നീ പള്ളിയെയും പള്ളിക്രമങ്ങളെയും കുദാശകളെയും ഒക്കെ വിമർശിക്കുന്നത്? നിനക്ക് പറയാൻ പറ്റുമോ ചങ്കിൽ തൊട്ടുകൊണ്ട് ഇന്നുവരെ ഒരിക്കലും നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്ന്? ഒരുപാടിടങ്ങളിൽ നിനക്ക് അനുഗ്രഹമുണ്ടായിട്ടുണ്ട്. നീ സ്വാഭാവികമായെന്ന് കരുതിയതെല്ലാം അനുഗ്രഹം തന്നെയാണ്. കാരണം മറ്റു പലർക്കും ഇത് സാധ്യമാകുന്നില്ല. കിട്ടിയ നന്മകളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിൻ്റെ എല്ലാ ഭക്തകർമ്മങ്ങളും ദൈവത്തിന് മഹത്വമുണ്ടാകാൻ വേണ്ടി ആവണം. എവിടെങ്കിലും നിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്മയാണ്. ചിലപ്പോഴെങ്കിലും അറിഞ്ഞുമറിയാതെയുമൊക്കെ നമ്മുടെ കഴിവുകളും നമ്മുടെ ഭാഷണങ്ങളുമൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമാവാതെ ദൈവമഹത്വമാണെന്ന് പറയുമ്പോഴും പ്രഘോഷിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴുമൊക്കെ അറിഞ്ഞുമറിയാതെയും സ്വന്തം മഹിമ, സ്വന്തം പേര് ഉയർത്തിപ്പിടിക്കുവാനുള്ളൊരു കാരണമായി ചിലരെങ്കിലുമൊക്കെ ആയിപ്പോകുന്നുണ്ട്. വചനം പറയുന്നു, തിരികെ വരിക. നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിൻ്റെ കൂട്ടായ്മയുമൊക്കെ ദൈവത്തിന് മാത്രം മഹത്വമുണ്ടാകുന്നതാവണം. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിനക്ക് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതൊക്കെ നിൻ്റെ കൂടെ വന്നു ചേരും. വിശ്വസിക്കുക. വിശ്വാസം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ കൂടി ആവണം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നന്മ സമ്മാനിച്ചുകൊണ്ട്, നന്മ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലാവാം. ഇന്നുവരെയും ദൈവം നൽകിയ നിരവധിയായ ദാനങ്ങൾ, എനിക്കത് കേൾക്കാൻ പറ്റുന്നത് തന്നെ ഒരു ദാനമാകട്ടോ. ജീവിക്കാൻ പറ്റി. ഇന്നലെ കിടന്ന ഒരുപാട് പേര് ഉണർന്നിട്ടില്ല. ഭയത്തിൻ്റെ ഭീതിയുടെ നിലയിലായിരിക്കുന്നവരുണ്ട്. ജോലി നഷ്ടമായവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. നമ്മളെങ്ങനെങ്കിലുമൊക്കെ സുരക്ഷിതരാണ് ഇന്ന്. നീ സുരക്ഷിതരായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ് തിരിച്ചറിയുമ്പോഴാണ് നന്ദിയുടെ മനോഭാവം നമുക്കുണ്ടാവുക. നമുക്ക് നന്ദിയുള്ളവരാവാം. പലപ്പോഴും നമ്മൾ മറന്നു പോവുക നന്ദി പ്രകടിപ്പിക്കുവാനാണ്. ഒരുപാട് കൂട്ടം നന്മ കിട്ടിയെങ്കിലും പെട്ടെന്നൊരു സങ്കടമുണ്ടാകുമ്പോൾ ഇന്നലകളെയൊക്കെ മറന്ന് ഇന്നിൻ്റെ സങ്കടത്തിൽ മുഴുകി ദൈവത്തെയും ജീവിത ബന്ധങ്ങളെയും കൂടെയുള്ളവരെയും സഹായിച്ചവരെയുമൊക്കെ തിരസ്കരിക്കുവാൻ, തമസ്കരിക്കുവാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളാറുണ്ട്. എവിടെങ്കിലുമൊക്കെ അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ഏതെങ്കിലും സ്വഭാവങ്ങൾ, ചിന്തയോ സ്വഭാവമോ പ്രവൃത്തിയോ വികാരങ്ങളോ ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകുവാൻ പ്രയത്നിക്കുകയും ചെയ്യാം. ഹൃദയത്തിൻ്റെ കോണിൽ ആഴമേൽ വിശ്വാസം, എത്രമാത്രം പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും പതറിപ്പോവാത്ത വിശ്വാസത്തിന് ഉടമകളാകുവാൻ നമുക്ക് ശക്തരാണെന്ന് പ്രാർത്ഥിക്കാം. ശക്തനായവൻ കൂടെയുണ്ട്. നീ ഒന്നും ഓർത്ത് ആകുലപ്പെടേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.